അങ്ങനെ തോട്ടണ്ടി ഇറക്കുമതി കേസിൽ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ ചെയർമാനായിരുന്ന ആർ ചന്ദ്രശേഖരൻ, INTUC സംസ്ഥാന പ്രസിഡന്റ്, അയാളെയും KA രതീഷിനെയും അതുപോലെ തന്നെ ഇത് തോട്ടണ്ടി കൊടുത്ത ഇടനിലക്കാരനായിരുന്ന കുറുപ്പന്തറയിലെ വ്യാപാരിയെയും പ്രതികളാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം. ആ കുറ്റപത്രത്തിന്മേൽ അന്വേഷണം നടത്താൻ കോടതിക്ക് സർക്കാർ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിനെ ചൊല്ലി ഇന്ന് ഹൈക്കോടതിയിൽ വളരെ ഗൗരവമേറിയ വിമർശനങ്ങളുണ്ടായി. അല്ല, ഹൈക്കോടതി വിമർശനങ്ങളെ അത്ഭുതമുള്ളൂ. കാരണം അത്രയും വൃത്തികളാണ് എഴുതി വെച്ചിരുന്നത്. ആദ്യം ഇതെടുത്ത് ഇയാൾ എഴുതി കൊടുത്താണ് അവളെ കൊണ്ട് സമർപ്പിച്ചിരുന്നേ കണ്ടല്ലോ. അഡ്വക്കേറ്റ് ജനറലിനെ അവിടെ നിന്ന് ഓടിക്കുമായിരുന്നു കോടതിയിൽ നിന്ന്. ഇതിനകത്ത് സ്വയം കൃതാനർത്ഥം എന്ന് അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ തോട്ടണ്ടി ഇറക്കുമതി കേസിൽ ഇവര് കുറ്റക്കാരാണെന്ന് CBI കണ്ടെത്തുകയും ഈ 3 പേർക്കെതിരെ പ്രോസിക്യൂഷൻ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും 2 പേർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതിക്ക് സംസ്ഥാന സർക്കാരിനെ സമീപിക്കുകയും ചെയ്തു CBI. അത് മൂന്നാമൻ വ്യക്തിയായതുകൊണ്ട് അയാൾ ഇടനിലക്കാരനെ അതില്ലാതെ തന്നെ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാം. പക്ഷെ ഇവരെ 2 പേരെയും സർക്കാർ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് അനുമതി വേണം. പക്ഷെ പിണറായി സർക്കാർ എന്ത് ചെയ്തു? 2020 തൊട്ട് 2026 വരെ ചവിട്ടിപ്പിടിച്ചു. ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ല. അവസാനം ഇതിലെ പരാതിക്കാരനായിട്ടുള്ള കടകംപള്ളി മനോജ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും മുൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ഹനീഷ് അദ്ദേഹം ഇത് അനുമതി കൊടുക്കുന്നില്ല. കാരണം സർക്കാർ പറഞ്ഞു ഒരു കാരണവശാലും അനുമതി കൊടുക്കില്ല. ഓരോ തവണയും വിളിച്ച് അവസാനം കോടതി അലക്ഷ്യത്തിന് ഉത്തരവിട്ടു. അങ്ങനെ വന്നപ്പോൾ മുഹമ്മദ് ഹനീഷ് പറഞ്ഞു ഞാൻ മാറി. കാരണം K. ബിജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് വന്നത്. അപ്പോൾ അദ്ദേഹം ജൂലൈ 2-ന് ഈ അനുമതി കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ജൂലൈ 2-ന് ഈ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തുകൊണ്ട് സർക്കാർ നൽകിയ റിപ്പോർട്ട് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ്, ഈ ഉത്തരവ് അഡ്വക്കേറ്റ് ജനറലിന്റെ കയ്യിലെത്തുന്നു, കോടതിയിൽ സമർപ്പിക്കാനായി. പക്ഷേ ഇത് കോടതിയുടെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് ഈ അഡ്വക്കേറ്റ് ജനറൽ വായിക്കുമ്പോൾ രൂക്ഷമായ കോടതിക്കെതിരെയുള്ള ആക്രമണങ്ങളാണ്. അഡ്വക്കേറ്റ് തലയെ കൈ വെച്ചാണ് മിക്കവാറും അത് കണ്ടിട്ട്. പ്രധാനമായിട്ടും കോടതി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത്. സമയമില്ലായിരുന്നു, ഞങ്ങൾക്ക് ഇത് പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടില്ലെന്നും ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾ മറ്റേ വിചാരണ കോടതിയെ പോലെ ഈ അനുമതി നൽകുന്നത് കോടതി ഞങ്ങളെ നിരന്തരം ശല്യപ്പെടുത്തിയതുകൊണ്ടാണ് മാത്രമാണ്. പിന്നെ ഈ പ്രതി എന്ന് പറഞ്ഞതിന് അപ്പീൽ കൊടുക്കാനുള്ള കാര്യം കൂടെ അപ്പീൽ സർക്കാരിന് അപ്പീൽ പോകാം, സർക്കാരിന് സഹിതം പോകാം എന്ന രീതിയിൽ 4 പോയിന്റ് എഴുതി. അബദ്ധം പറ്റിയത് എവിടെയാണ്? അഡ്വക്കേറ്റ് ജനറൽ ഈ സാധനം ചവിട്ടി. കാരണം ഇത് ഈ രൂപത്തിൽ കോടതിയിലോട്ട് കൊണ്ടുവന്നാൽ അപ്പം തന്നെ ഈ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പിടിച്ച് അകത്തിടാൻ പറയും. അങ്ങനത്തെ ഒരു ഉത്തരവും കൊണ്ട് അതുകൊണ്ട് അഡ്വക്കേറ്റ് ജനറൽ ഇതിവിടെ ചവിട്ടി. പക്ഷേ ഈ വിവരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഈ കുറ്റപത്രത്തിലെ പ്രതി അറിയുന്നില്ല. അയാൾ എന്ത് ചെയ്യുന്നു? അയാൾക്ക് ഈ കോടതിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് ഈ ഓർഡർ അയാളുടെ കൈ കിട്ടി. അയാളത് പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുക മാത്രമല്ല, കോടതിക്കെതിരെയുള്ള 4 ഗുരുതര പരാമർശങ്ങളും കൃത്യമായിട്ട് അയാൾ വായിക്കുകയും പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഇന്നെന്തായാലും കോടതി അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് എങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം ചോദിക്കുന്നുള്ളൂ. അല്ലാതെ പരാതിക്കാരൻ ഞെട്ടിപ്പോയി. കടകംപള്ളി മനോജ് എന്ന് പറയുന്ന പരാതിക്കാരൻ ഞെട്ടിപ്പോയി. അദ്ദേഹം നേരെ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ എന്താണ് ഇവിടുത്തെ നിയമ വിദഗ്ധരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ കോടതി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോടതിയുടെ മുന്നിൽ ഇത് ചെന്നിട്ടില്ല. അപ്പൊ അതേ ഉള്ളൂ. അപ്പൊ ഈ പഴയ സംഭവം കോടതിയുടെ മുന്നിൽ ചെല്ലാത്തിടത്തോളം കോടതിക്ക് ഇത് വിളിച്ചു വരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനത് അങ്ങനെ പറഞ്ഞ ആൾക്കാരോടൊക്കെ പറഞ്ഞു, അങ്ങനെയല്ല, ഈ പരാതിക്കാരൻ ഇത് ഹാജരാക്കി കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകും. പരാതിക്കാരൻ കോടതി ലക്ഷ്യത്തിൽ ഹാജരാക്കി. ഇനി തുടർന്ന് ഇന്ന് കോടതിയിൽ നടന്ന സംഭവ ബഹുലമാണ്. ഈ ബിജു എന്ന് പറയുന്ന IAS മുൻ മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ മകനാണ്, പഴയ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ വിശ്വാസം വിശാഖൻ ഇയാൾ പോലും ഇത് വായിച്ചിട്ടില്ല. അതാണ് കോടതി ഏറ്റവും പ്രധാനമായിട്ട് ചോദിച്ച കാര്യം. ഈ ആദ്യത്തെ കോടതിയിൽ സമർപ്പിക്കാതെ പോയ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് തയ്യാറാക്കിയത് പ്രതി തന്നെയാണോ എന്ന് കോടതി സംശയം ചോദിച്ചു. അതായത് ഈ ഉദ്യോഗസ്ഥൻ, അതായത് ഈ K. ബിജു സർവീസിൽ തുടരാൻ യോഗ്യനാണോ എന്നാണ് കോടതി ചോദിച്ചത്. സർവീസ് തുടരാൻ അർഹനാണോ എന്ന് കോടതി ആരാഞ്ഞു. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന അതീവ ഗുരുതരാവസ്ഥയിലുള്ള നടപടിയാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അയാൾക്കെതിരെ കോടതി അലക്ഷ്യം സ്വീകരിക്കാൻ കോടതി ഉത്തരവിട്ടു കഴിഞ്ഞു. വെള്ളിയാഴ്ച കോടതി ഹാജരാവണം, അവിടെ ചെന്ന് കൈകെട്ടി നിൽക്കേണ്ടി വരും വെള്ളിയാഴ്ച. അതെ, 25 മിനിറ്റോളം കോടതി ഉദ്യോഗസ്ഥന്റെ കടുത്ത പരാമർശമായിരുന്നു. അത് വാക്കാലുള്ള പരാമർശം. അതിന് ഉത്തരവ് വരുമോ എന്നറിയില്ല. ബിജു പുറത്തിറക്കിയ വിവാദ ഉത്തരവ് അദ്ദേഹം സ്വയം തയ്യാറാക്കിയതാണോ? കേസിലെ പ്രതികൾ എഴുതി കൊടുത്ത കാര്യങ്ങൾ അതേപടി ഗവൺമെന്റ് ഓർഡർ എന്ന നമ്പരിട്ട് ഉത്തരവായി ഇറക്കുകയായിരുന്നു വേണം കരുതാനെന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ പറഞ്ഞു. ഇതിന് അഡ്വക്കേറ്റ് ജനറൽ എന്ത് പറഞ്ഞാണ്? എന്ത് പറയാനാണ്? അഡ്വക്കേറ്റ് ജനറൽ പറയുന്നത്, യുവർ ഓണർ, ഇത് എന്റെ കയ്യിൽ വന്ന സാധനം ഇതല്ല,
ഞങ്ങളത് തിരുത്തി, ഞങ്ങൾ പിൻവലിച്ചു, ഞങ്ങൾക്ക് അബദ്ധം മനസ്സിലായി പിൻവലിച്ചിട്ടാണ് ഇത് കൊടുത്തത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണ് ഈ ഓർഡർ എങ്ങനെ ഈ കടകംപള്ളി മനോഹരന്റെ കൈ വന്നു? കടകംപള്ളി മനോഹരന്റെ കൈ വന്നത് മറ്റേ ആളുടെ കയ്യിലിരുന്ന സാധനമാണ് കടകംപള്ളി മനോഹരന്റെ കൈ. എങ്ങനെ കിട്ടി ഇതാണ് അടുത്ത ചോദ്യം. അടുത്ത ഇതാണ്, പ്രോസിക്യൂഷൻ അനുമതിയുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഔദ്യോഗികമായി പുറത്തു വരുന്ന മുമ്പ് പ്രതികളുടെ കൈകളിൽ എങ്ങനെ എത്തി? പത്രസമ്മേളനം നടത്തിയല്ലേ പറഞ്ഞത്? അതാണ്, കോടതിയിൽ കിട്ടിയില്ല. സർക്കാർ ഉത്തരവ് ഒപ്പിട്ട അന്ന് രാത്രി തന്നെ INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ പത്രസമ്മേളനത്തിൽ കോടതിയെ ലക്ഷ്യം ആയിട്ടാണ് കാണുന്നു ആ ഭാഗങ്ങൾ വായിച്ചത്. പ്രതികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ഉത്തരവ് ഇറക്കിയതെന്നും കോടതി സംശയിക്കുന്നു. കോടതി നിർബന്ധിച്ചതിനാൽ സമയം കിട്ടിയെന്ന ബിജുവിന്റെ ആദ്യ ഉത്തരവിലെ വിശദീകരണത്തെ പരിഹസിക്കുകയും ചെയ്തു ജഡ്ജി. 5 ദിവസം മുമ്പ് സമയം കിട്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ തിരുത്തിയ ഉത്തരവ് ഇറക്കാൻ എങ്ങനെയാണ് പെട്ടെന്ന് സമയം ലഭിച്ചതെന്നും കോടതി ചോദിച്ചു. ഇത് മിക്കവാറും കെ ബിജു ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ എഴുതി. ഇത് വേറെ ഏതോ അവിടെ ഉദ്യോഗസ്ഥൻ അന്തം എഴുതിക്കൊണ്ട് കൊടുത്താണ്, ഇയാൾ ഒപ്പുവിട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സതീശൻ സർക്കാരിൽ തന്നെ ഈ വകുപ്പ് കൈകാര്യം ചെയ്ത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ കഴിയില്ല. ഈ മുഖ്യമന്ത്രിയുടെയും മുൻ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ചങ്ങാതിയായിരുന്നു R ചന്ദ്രശേഖരൻ. ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി 80 കോടി രൂപയുടെ അഴിമതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 500 കോടിയുടെ തോട്ടണ്ടി ഇറക്കുമതിയിൽ 80 കോടി രൂപയുടെ അഴിമതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചന്ദ്രശേഖരൻ കടത്തി വെട്ടും രതീഷ്. ചന്ദ്രശേഖരൻ 3 വർഷം ഇരുന്നിട്ടുള്ളൂ. മറ്റേ ഇദ്ദേഹം 10 പതിറ്റാണ്ടുകൾ അവിടെ ഇരുന്ന് സ്വസ്ഥമായിരുന്ന ആളാണ്. പിണറായി സർക്കാരിന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു ഈ ചന്ദ്രശേഖരൻ. INTUC എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അനുകൂല സംഘടനയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് മുഴുവൻ പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ എന്താ പറയുന്നത്, അതിന് ഭയങ്കരമായിട്ട് മസിൽ പിടിച്ചിട്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാലും ചന്ദ്രശേഖരൻ അവിടെ ഉണ്ടാവണം, ചന്ദ്രശേഖരനെ ആരും തൊടാൻ പാടില്ല, എന്റെ ചന്ദ്രശേഖരനെ തൊടുന്നോടാ എന്നുള്ള രീതിയിലായിരുന്നു. എന്താണെങ്കിലും ശരി, കണക്കിന് കൊടുത്തിട്ടുണ്ട് കോടതി. അവിടെ കോടതി പോയി മാനം കടാൻ പോണത് പിണറായി വിജയൻ അല്ല, ഈ എഴുതി കൊടുത്ത കെ ബിജു. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും സതീശനും മറ്റ് മന്ത്രിസഭാ അംഗങ്ങൾക്കുള്ള ഒരു ഏറ്റവും വലിയ ഭാഗ്യം, ഇതിനെതിരെ ഒരു ചെറിയ പ്രസ്താവന പോലും നടത്താൻ ഇവിടുത്തെ CPM രംഗത്ത് വരില്ല. അതുപോലെ തന്നെ ഇവരും വരില്ല. CPM വരണമെങ്കിൽ അതിനുമുമ്പ് ഈ പിണറായിയും ഗോവിന്ദനെ ചവിട്ടിയെടുത്ത് കളികളാണ് ഈ പാർട്ടിയിൽ നിന്ന്. എന്താണെങ്കിലും കോടതിയുടെ ഇടപെടൽ വളരെ ആശ്വാസകരമാണ്. വളരെ ആശ്വാസത്തോടെയാണ് നമ്മൾ അതൊക്കെ കാണുന്നത്. കടകംപള്ളി മനോജ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നാണ് ചന്ദ്രശേഖരൻ പറഞ്ഞത്. ഓർത്തോ? ഇയാൾ എങ്ങനെ കോടതി പോകാൻ കാശ് എവിടെ എന്നുള്ളത്, ചന്ദ്രശേഖരനുള്ള വരുമാനം എവിടെയാണെന്നുള്ളത് ചന്ദ്രശേഖരൻ ഒന്ന് വെളിപ്പെടുത്തണം. ചന്ദ്രശേഖരൻ എന്താണ് ജോലി എന്നുള്ളത്. എന്താണെങ്കിലും മുഹമ്മദ് ഖനീഷ് കുറേ നാൾ ഈ കുരിശ് തലയെ ചുമന്നുകൊണ്ട് നടന്നു. ഇപ്പൊ ഈ കെ ബിജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, ഈ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഇതിന് ബലിയാടാക്കുന്നത് ഇവിടുത്തെ സർക്കാരുകൾ തന്നെയാണ്. ഉദ്യോഗസ്ഥന്മാർ എന്താണ് ചെയ്യേണ്ടത്? അവരിത് വലിച്ചെറിഞ്ഞിട്ട് പോകുക എന്നുള്ളതല്ല, വേറെ കാര്യങ്ങളില്ല. അതെ. മാത്രമല്ല ഈ സർക്കാർ ശ്രദ്ധിക്കണം, വരുന്നത് സർക്കാർ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ വേറെക്കെട്ട സാധനം എഴുതിക്കൊണ്ട് കൊടുക്കുമ്പോൾ വകുപ്പ് മന്ത്രിയെങ്കിലും. അതുകൊണ്ടാണ് കോടതി ചോദിച്ചത്, എടാ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യവസായ ഇങ്ങനെ എഴുതുമോ? ഇത് ആ പ്രതി തന്നെയാണോ എഴുതിയെന്ന് കോടതി ചോദിക്കാൻ കാരണം ഇത് നമ്മൾ ഇതിന് സമാനമായ ഒരു സംഭവം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ളത്. രാജൻ കേസിൽ കെ കരുണാകരനെ തെരുതെരുവിനെതിരെ ഉദ്യോഗസ്ഥന്മാർ എഴുതിക്കൊണ്ട് കൊടുത്തു. അതേ നിയമസഭയിൽ അത് വായിച്ചു, കോടതിയിലൊന്ന് നിയമസഭയിൽ വേറൊന്ന്. ഇതാണ് സംഭവിച്ചത്. ശരിക്കും അന്ന് കരുണാകരനെ ചതിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിച്ചതിൻ്റെ പേരിൽ. ഇവിടെ അതിനെ സംഭവിച്ചു. ഈ ഉദ്യോഗസ്ഥന്മാർ പലരും ഈ പറഞ്ഞതുപോലെ എല്ലാ പിണറായിസ്റ്റുകൾ തന്നെയാണ്, പിണറായിയുടെ പഴയൊക്കെ ചങ്ങായിമാരാണ്. ഇവരെ എന്തെഴുതി തന്നാലും 3 തവണ വായിച്ചു നോക്കി 3ാമത് വിദഗ്ധനെ കാണിക്കാതെ കോടതിയിലോ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ സർക്കാർ വെട്ടിലാവും, ഉറപ്പാണ്.